അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുത്തുബി 102. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ-ഫായിസീന ബിറിദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم اشرح قلبي بما شرحت به قلوب العارفين. ഫൈൻ കുൽത്ത, അവിടാണ് നമ്മൾ വെച്ചത്. ഫൈൻ കുൽത്ത, നീ ചോദിച്ചാൽ. ഇതിപ്പോ മെയിനായിട്ട് ഇപ്പൊ ചോദ്യം എവിടെ ചോദ്യം വന്നത് എന്ന് പറയാം. ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി മത്തിനിൽ എന്ത് പറഞ്ഞു? അതായത് ലൈസ ബൈന നഖീലൈഹിമാ ഉമൂമുൻ അസ്ലാ. ഉമൂമു ഖുസൂസിൻ വജീനെ പറ്റി പറഞ്ഞിടത്ത് പറഞ്ഞില്ല, ലൈസ ബൈന നഖീലൈഹിമാ ഉമൂമുൻ അസ്ലാ. അങ്ങനെ എന്തിനെ അങ്ങനെ പറയാനുള്ള കാരണം? രണ്ട് നഖീലിന്റെ ഇടയിൽ തീരെ ഉമൂമുണ്ടാവൂല എന്ന് പറഞ്ഞ വാദം ശരിയല്ല. അതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യത്തിന്റെ വിഷയം. അതും അതിന്റെ ജവാബുമാണ് പറയാൻ പോകുന്നത്. ഫൈൻ കുൽത്ത, നീ ചോദിച്ചാൽ, നീ പറഞ്ഞാൽ. അൽ ഹുക്കുമു, ഹുക്കുമ് ചെയ്യല്. ബി അന്നൽ അഅമ്മ മിൻ ശൈഇൻ മിൻ വജ്ഹിൻ, തീർച്ചയായും അഅമ്മു മിൻ വജ്ഹി, അതായത് ഉമൂമു ഖുസൂസ് മിൻ വജ്ഹി എന്ന് പറഞ്ഞത് ലൈസ ബൈന നഖീലൈഹിമ, അവ രണ്ടിന്റെയും നഖീലിന്റെ ഇടയിലില്ല ഉമൂമുൻ അസ്ലാ, തീരെ ഉമൂമില്ല. മനസ്സിലായില്ലേ? തീരെ ഉമൂമില്ല. തീരെ ഉമൂമില്ല എന്നാൽ കുല്ലിയായിട്ടും ഇല്ല, ജുസിയായിട്ടും ഇല്ല എന്നുള്ള വിഷയം വരിക. അത് ബാത്തിലുൻ, അത് ബാത്തില. രണ്ട് നഖീലിന്റെ ഇടയിൽ തീരെ ഉമൂമില്ല എന്ന് പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതാണ് ചർച്ച. എന്നിട്ട് പറയുകയാണ് എന്ത്? എന്നിട്ട് അവര് സമർത്ഥിക്കുകയാണ്, ഈ അന്നൽ ഹയവാന, തീർച്ചയായിട്ടും ഹയവാനി എന്ന് പറയുന്നത് അയമ്മു മിനൽ അബിയലി, അബിയലിയേക്കാളും അയമ്മാണ് മിൻ വജി. കാരണം ഹയവാന്റെയും അബിയലിന്റെയും ഇടയിൽ ഉമൂമു ഖുസൂസ് മിൻ വജിയാണല്ലോ, അല്ലേ? കാരണം രണ്ട് ഭാഗത്തുനിന്നും ബഅദിയ്യ തസാദുഖേ ഉണ്ടാവുള്ളൂ, കുല്ലിയ തസാദുഖ് ഉണ്ടാവില്ല. രണ്ട് ഭാഗത്തുനിന്നും ബഅദിയ്യ തസാദുഖേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വെക്കുമ്പോൾ അയിന നഖീലൈഹിമ, അവ രണ്ടിന്റെയും നഖീലന്റെ ഇടയിലുമുണ്ട് ഉമൂമുൻ മിൻ വജ്ഹിണ്ട്. അപ്പൊ എങ്ങനെ? ഇപ്പൊ ഹയവാനും അബിയതും എടുക്കുക. ഹയവാനും അബിയതും, ഈ ഹയവാനും അബിയതിന്റെ നഖീലയാണ് ലാ ഹയവാന് ലാ അബിയദ്, അല്ലേ? ലാ ഹയവാനും ലാ അബിയദും. ഈ ലാ ഹയവാന് ലാ ഹയവാനും ലാ അബിയദാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ലാ അബിയദും ലാ ഹയവാനാണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബഅദുൽ ഹയവാനി ലാ അബിയദു എന്ന് പറയാം, ബഅദുൽ ഹയവാനി ലാ അബിയദു എന്ന് പറയാം. പറഞ്ഞൂടെ? ഉദാഹരണം പറയാം, നബാത്താത്ത്. നബാത്താത്ത് ബഅദുൽ ഹയവാനാണല്ലോ, അത് ലാ അബിയദല്ലേ? മനസ്സിലായില്ലേ? അതുപോലെ ബഅദുൽ അബിയദി ലാ ഹയവാൻ എന്ന് പറയാം, ബഅദുൽ അബിയദി ലാ ഹയവാൻ എന്ന് പറയാം. ഇപ്പൊ പച്ച നിറത്തിലുള്ള ചുമര്, അത് ബഅദുൽ അബിയദി അല്ലേ? അത് ലാ ഹയവാനാന്ന് പറഞ്ഞൂടെ? അപ്പൊ അവിടെ ബഅദിയായിട്ടുണ്ടായില്ലേ? അപ്പൊ ഉമൂമു മിൻ വജ്ഹി ഇല്ലേ? മുസന്നിഫ് പറഞ്ഞെന്താ? ലൈസ ബൈന നഖീലൈഹിമാ ഉമൂമുൻ അസ്ലാ, തീരെ അതിന്റെ രണ്ട് നഖീലിന്റെ ഇടയിലും ഉമൂം ഉണ്ടാവൂല എന്ന വാദം ശരിയല്ല. അതിന് സാരി മറുപടി പറയാണ്. സാരി മറുപടി പറഞ്ഞത് നല്ല മറുപടിയാണ്. എങ്ങനെ വെച്ചാല് ഒരു 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 ഒരു
ഒരു ഒഴുക്കം മറുപടിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ചോദ്യക്കാരന്റെ ചോദ്യത്തില് കുറച്ചൊക്കെ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളതായ മറുപടിയാണ്. അത് നമ്മൾ പറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ പോലും നമ്മൾ പറയും. എന്താ നമ്മൾ പറയാൻ പോണത്? അൽ മുറാദു മിൻഹു, മുസ്ലിം പറഞ്ഞ ആ കൗലിനാലുള്ളതായ ഉദ്ദേശം ലൈസ ബൈന നഖീലഹിമ ഉമൂമൻ നസ്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അന്നഹു തീർച്ചയായിട്ടും കാര്യം ലൈസ യൽസമു ലാസിമാകൂല, ലൈസ യൽസമു ലാസിമാകൂല അയ്യകൂന ബൈന നഖീലഹിമ, അവ രണ്ടിന്റെയും നഖീലന്റെ ഇടയില് ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധാവൂല എന്നതാണ് അതിന്റെ മായനാന്ന്. മനസ്സിലായില്ലേ? ഇവ രണ്ട് നഖീറിന്റെയും ഇടയില് ഉണ്ടാവൂല. മനസ്സിലായില്ലേ? ലാസിമാകൂ അന്നഹു തീർച്ചയായിട്ടും കാര്യം ലൈസ ലൈസമു ലാസിമാകൂല അയ്യക്കൂന ബൈന നഖീലഹിമ ഉമൂമുൻ, ഉണ്ടാകുക രണ്ട് നഖീറിന്റെയും ഇടയില് ഉണ്ടാവല് ലാസിമാവൂല എന്നാണ് അതിന്റെ മാന. അപ്പൊ എന്താ ഇസ്കാരി? അപ്പൊ ഇസ്കാരി പോയില്ലേ? ലാസിമില്ല. രണ്ട് നഖീറിന്റെ ഇടയിൽ ഉണ്ടാവല് ലാസിമാകൂല, നിർബന്ധമില്ല. ചില തസ്ദീർ പ്രകാരം ഉണ്ടായിന്ന് വരാം. അപ്പൊ എന്താ ഇസ്കാരു? അപ്പൊ ഇസ്കാരി ഇല്ലാതായിപ്പോ. പക്ഷെ ആ മറുപടി ചെറിയ സംശയങ്ങൾ പിന്നെ അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ മറുപടിയിലൂടെ ആ സംശയം പൂർണ്ണമായിട്ടും പോവുകയും ചെയ്യും. അവനപ്പോലും അല്ലെങ്കിൽ നമുക്ക് അതിന് മറുപടി പറയാം. അല്ലെങ്കിൽ അവനപ്പോലും നമുക്കതിന് മറുപടി പറയാം. എന്താ നമ്മളെ മറുപടി എന്തെന്ന് അറിയോ? ലൗകാല ബൈന നഖീലൈഹിമ, മുസ്ലിഫ് റഹ്മത്തുള്ളാഹി അവ രണ്ടിന്റെയും നഖീലന്റെ ഇടയില് ഉണ്ട് ഉമൂമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമൂമുണ്ട് എന്നെങ്ങാനും മുസ്ലിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞു കഴിഞ്ഞാൽ ലഅഫാദ, ആ കൗല് ഫായിദ വെപ്പിക്കും. അൽ ഉമൂമ ഫി ജമീഇ സൂറ, എല്ലാ സൂറത്തിലും ഉമൂമുണ്ട് എന്നുള്ളതിന് എന്ത് ചെയ്യും? ഫായിദ. എല്ലാ സൂറത്തിലും ചില സൂറത്തിൽ ഒഴിവുണ്ടാകാം. ഇതല്ലത് എല്ലാ സൂറത്തിലും എന്താണ്? ഉമൂമുണ്ടാകും എന്ന വിഷയം അവിടെ വരും. കാരണം എന്താ? ഈ ഫന്നിൽ കൊണ്ടുവരപ്പെടുന്നതായ ഹുക്കുമുകൾ മുഴുവനും തന്നെ ഇന്നമാഹിയ കുല്ലിയാത്തുൻ, അതേതാണ്? കുല്ലിയാത്താണ്. ഇന്നമാഹിയ കുല്ലിയാത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അവിടെ എന്തില്ല? ജുസിയത്തിന്റെ ഒരു സംശയം അവിടെ വരുന്നില്ലാന്ന്. മനസ്സിലായില്ല? ജുസിയത്ത് ഉണ്ടായിക്കോട്ടെ ഉണ്ടാവാതിരുന്നോട്ടെ, നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായ? അങ്ങനെ വെച്ചാ മതിയല്ലോ. അപ്പൊ അതായി ദഫ്അൽ ഇജാബിൽ കുല്ലിയായ ഇജാബിന് എന്ത് ചെയ്യാ? ദഫ് ചെയ്ത് മാത്രം. കുല്ലിയായ ഇജാബിന് ദഫ് ചെയ്ത് തന്നില്ല അവിടെ ഏതുണ്ടാവാ? പിന്നെ ജുസിയായ രൂപത്തിൽ ബഅദിയായ രൂപത്തിൽ ഇജാബ് അവിടെ ഉണ്ടാവാം. അപ്പൊ തഹഖുഖുൽ ഉമൂമി, ഉമൂമ് തഹഖുഖാകുക എന്ന് പറഞ്ഞ വിഷയം ഈ ബഅദി സുവരി ചില രൂപങ്ങളില് ഉമൂമ് തഹഖുഖാകുക എന്നുള്ളത് ലാ യുനാഫിഹി, അത് ഈ കുല്ലിയായ ഈജാബിനോട് എതിര് വരുന്നില്ല. കുല്ലിയായ ഈജാബിനോട് എതിര് വരുന്നില്ല. മനസ്സിലായില്ലേ? കുല്ലിയായ ഈജാബില്ലാതെ പ്രശ്നമൊന്നുമില്ലല്ലോ. കുല്ലിയായ ഈജാബില്ല എന്നുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ഇവിടെ ഇപ്പം ജുസിയായില്ല ഇവർ പറഞ്ഞത്. പക്ഷെ ഞാൻ എങ്കിലും ലം യതബയ്യൻ, മനസ്സിലായില്ലേ? അങ്ങനെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ല അത് വേറെ വിഷയം വരിക. ഞാൻ എങ്കിലും ലം യതബയ്യൻ വ്യക്തമായിട്ടില്ല
ഇമ്മാ ദക്കറഹു മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞതിൽ നിന്ന് അൻ നിസ്ബത്തു ബൈന നഖീലൈ അംറൈനി, രണ്ട് കുല്ലീന്റെ നഖീലന്റെ ഇടയിലുള്ള നിസ്ബ മനസ്സിലായി വ്യക്തമായിട്ടില്ല. എങ്ങനത്തെ രണ്ടെന്നാണ്? ബൈനുഹുമ, ആ രണ്ട് നഖീലന്റെ ഇടയിലും ഉമൂമും മിൻവജിയും. അപ്പോൾ ഉമൂമു ഖുസൂസ് മിൻവജിന്റെ രണ്ട് നഖീലന്റെ ഇടയിൽ നിസ്ബ എന്താണ് എന്ന് മുസ്ലിം പറഞ്ഞത് എന്ന് വ്യക്തമല്ല. പക്ഷെ എന്ത് വ്യക്തമാകുന്നുണ്ട്? ബൽ എങ്കിലും തബയ്യന വ്യക്തമാകുന്നുണ്ട് അതുമുൻ നിസ്ബത്തി ബിൽ ഉമൂമി, അതുമുൻ നിസ്ബത്തി ബിൽ ഉമൂമി, ഉമൂമിന്റെ അടിസ്ഥാനത്തിലുള്ള നിസ്ബ ഇല്ല എന്ന് വരുന്നുണ്ട്. ഉമൂമിന്റെ അടിസ്ഥാനത്തിലുള്ള നിസ്ബ എന്താണ്? ഇല്ല. ഉമൂമിന്റെ അടിസ്ഥാനത്തിലുള്ള നിസ്ബ ഇല്ല. എങ്കിൽ വഹുവ, ആ പറഞ്ഞത് തന്നെയാണ് ഏത്? ഈ സ്വതതിദാരിക്ക, നമ്മളിപ്പോ ഈ പറഞ്ഞ രൂപം ഏത്? ഈ ജുസീന്റെ രൂപത്തിലുള്ളതായ ഇത് ആയിക്കോട്ടെ, അവിടെ വിഷയം വെച്ചാൽ മതിയല്ലോ. എന്തെന്ന്? ഉമൂമിന്റെ അടിസ്ഥാനത്തിൽ നിസ്ബ ഇല്ല, ജുസീന്റെ ആയിക്കോട്ടെ. ഫഅലം, നീ മനസ്സിലാക്കുക, അന്ന നിസ്ബത ബൈനഹുമ, സത്യത്തിൽ പറഞ്ഞാൽ അവ രണ്ട് മുഖസുമി വജീയായ കുല്ലിയുടെ പിന്നെ രണ്ട് നഖീലന്റെ ഇടയിലുള്ള നിസ്ബയാകുന്നത് അൽ മുബായനത്തുൽ ജുസിയ്യ, മുബായനത്ത് ജുസിയാണ്. അൽ മുബായനത്തുൽ ജുസിയ്യത്ത്, മുബായനത്ത് ജുസിയാണ്. ചില കിതാബില് എന്താ ഉള്ളത്? മുബായനത്തിനല്ല, അൽ മുബായനത്തല്ല, മുബാനിയത്ത് എന്നൊക്കെ ചില കിതാബിലുണ്ട്. അത് ശരിയല്ല, മുബായനത്ത് എന്നാ വേണ്ടത്. അതിന് കാരണം എന്താണ്? ഈ അന്നൽ ഐനൈന്, തീർച്ചയായിട്ടും രണ്ട് ഐന്. രണ്ടൈനും ഇവിടെ ഇപ്പൊ ഏതാണ്? ഈ അയവാനും അബിയതുമാണല്ലോ. ആ രണ്ട് ഐന് ഇതാക്കാന കുല്ലു വായിലും മിന്നുമ, ഈ രണ്ടെണ്ണത്തിൽപ്പെട്ട എല്ലാ ഓരോന്നുമായി ഐസു ഒരു രൂപത്തിലായി. യസ്തുക്കു, അത് സാധിക്കാവും ബിദൂനില്ലാഹരി, മറ്റേതിനെ കൂടാ. ഇപ്പൊ ഹയവാന് പറയാൻ പറ്റും, അബിയെന്ന് പറയാൻ പറ്റൂല, അങ്ങനെ വരാം. അതുപോലെ അബിയത് പറയാൻ പറ്റും, ഹയവാൻ പറയാൻ പറ്റൂല, അങ്ങനെയും വരാം. രണ്ടൈനെ ഒന്ന് മനസ്സിലായില്ല? ഹയവാനും അബിയതും ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഹയവാനെന്ന് പറയാൻ പറ്റും, പക്ഷെ അബിയത് എന്ന് പറയാൻ പറ്റൂല. മുയല് അബിയത് എന്ന് പറയാം, പക്ഷെ ഹയവാൻ എന്ന് പറയാൻ പറ്റൂല. വെളുത്ത ചുമര്. അപ്പൊ കാനൻ നഖീലാനി രണ്ട് നഖീലയുമാവും അയലം വീണ്ടും കദാലിക, ഇപ്രകാരം. ഏത്? ഈ പരപ്പടി ജുസിയ രൂപത്തിൽ സാധുക്കുണ്ട് എന്ന്. അതന്നെ ജുസിയ സാധുക്ക്. വലാനായി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബിൽ മുബായനത്തിൽ ജുസിയത്തി, ജുസിയായ മുബായനത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല ഹാദൽ ഖദറു, ഖദറ, ഈ ഖദറല്ല. ഇല്ല ഹാദൽ ഖദറ, ഈ ഖദറിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. വനഖീലൽ മുതബ, ഞാൻ കഴിഞ്ഞു, ഇനി വേറെ വിഷയം പറയാൻ. വനഖീലൽ മുതബായിനൈനി, മുതബായിനൈനിയായ രണ്ട് കുല്ലിയിന്റെ നഖീല, മുതബായിനൈനിയായ രണ്ട് കുല്ലിയിന്റെ നഖീല തബായിനൻ ജുസിയ്യ, തബായിൻ ജുസിയായിട്ട് വരും. കാരണം എന്താ? ലിയന്നഹുമാ, തീർച്ചയായിട്ടും ആ രണ്ട് നഖീലയും ഇമ്മായി യസ്തുക്ക, ഒരു പക്ഷേ അത് രണ്ടും പറയാൻ പറ്റും. മാൻ കൂടെ ഒരു വസ്തുവിനെ സംബന്ധിച്ച് കൂടെ പറയാൻ പറ്റും. ഇതുപോലെ ലാ ഷെയ് ലാ ഫറദ്, ലാ ഇൻസാന് ലാ ഫറദ്, മനസ്സിലായില്ല? അത് പറയാൻ പറ്റും. ഏതിന്റെ മേ പറയാൻ പറ്റും? ആ സ്വാദിക്കൈനി അലൽ ജമാദി, ജമാദിയെ പറ്റി പറഞ്ഞൂല. ജമാദിനെ പറ്റി ലാ ഇൻസാൻ എന്ന് പറയാം, ലാ ഫറദ് എന്നും പറയാം. ഔലാ യസ്തുക്ക, അല്ലെങ്കിൽ രണ്ടും പറയാൻ പറ്റാതെ വരാം, പറ്റാതെ വരാം. അപ്പൊ രണ്ട് ശരീക്കുണ്ട് ഇവിടെ എന്ന് പറയാണ്. ഒന്ന് ലാ മൗജൂദ് ലാ മായദൂമും. കാരണം മൗജൂദും മായദൂമും ഏതാണ്? മുത്തബായിനൈനിയാണല്ലോ. അതിന്റെ നഖീലയാണ് ലാ വുജൂദും ലാ അദമും. അപ്പൊ ലാ വുജൂദും ലാ അദമും അത് രണ്ടും എന്താവാം? സാധിക്കാവാതെ വരാം. കാരണം ലാ വുജൂദിനെ പറ്റിയിട്ട്
ഒരു രൂപത്തിലും ലാ ആദമു എന്ന് പറയാൻ പറ്റൂല. ലാദമിനന്റെ അവിടെ ലാ ഉജൂദൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. അതാ പറയാൻ പോണേ. വലൈസ മിമ്മ വലാ ഷൈഉൻ ഒന്നുമില്ല, മിമ്മ ഒന്നിൽ നിന്ന് യസ്തുഖു അലി അതിന്റെ മേൽ പറയാൻ പറ്റും, ലാ ഉജൂദ് പറയാൻ പറ്റും. ലാ ഉജൂദ് പറയാൻ പറ്റുന്ന ഒന്നും യസ്തുഖു അലി ലാ ആദമു ലാദമു പറയാൻ പറ്റുമോ? ലാ ഉജൂദ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നിന്റെ അവരെ ലാദമു എന്ന് പറയാൻ പറ്റുമോ? കാരണം ലാ ഉജൂദ് എന്ന് പറഞ്ഞാൽ അദമാണല്ലോ, ലാദമു എന്ന് എങ്ങനെ പറയാ? മനസ്സിലായില്ലേ? ലാ ഉജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ അദമല്ലേ, പിന്നെ എങ്ങനെ ലാദമു പറയാൻ പറ്റുക? അതുപോലെ ലാദമു പറയാൻ പറ്റുന്ന ഒന്നിന്റെ മേൽ ലാ ഉജൂദ് പറയാൻ പറ്റൂല. എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അയ്യമ്മാക്കാന യതഹഖഖു യതബായിനു ജുസിഇ ബൈനഹുമാ, ഈ മുതബായിനീന്റെ രണ്ട് നഖീറിന്റെ ഇടയില് തബായിനു ജുസി തഹഖുഖാവുമ്പോഴെല്ലാം അയ്യമ്മാക്കാന യതഹഖഖു തഹഖുഖാവുമ്പോഴെല്ലാം ആവുമ്പോഴെല്ലാം ഇമ്മ അല്ല അത് വിശദീകരിച്ച് പറയാണ്. അമ്മ ഇതാലം യസ്തുക്ക, അപ്പൊ ഞാൻ രണ്ടും പറയാൻ പറ്റിയില്ല. ഏത് ആ രണ്ടു നഖീദ ഇപ്പൊ ലാ വുജൂദ് ലാദമ്, അത് രണ്ടും പറയാൻ പറ്റിയില്ല. പല ഷൈഇൻ ഒരു ഷൈഇനെ സംബന്ധിച്ച് പറയാൻ പറ്റിയില്ല, അസ്ലം തീരെ. അപ്പൊ കാന ബൈനഹുമാ അവ രണ്ടിന്റെ ഇടയിൽ തബായിന് തുല്യമുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ലാ വുജൂദ് ലാദമ്, ലാ വുജൂദ് ലാ ആദമ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ പറ ഖാരിജിൽ മൗജൂദായ ഒരു പോക്കനെ പറ്റി ലാ വുജൂദ് എന്ന് അറിയോ, ലാദമു എന്ന് അറിയോ? അപ്പൊ ലാ വുജൂദും ലാ ആദമും, മനസ്സിലായില്ലേ? അത് ഒരു ഷൈഇന്റെ മേല് തീരെ പറയാൻ പറ്റാതെ വന്നാല് കാന ബൈനഹുമാ അവ രണ്ടിന്റെ ഇടയിൽ തബായിന് തുല്യുണ്ട്. അപ്പൊ തബായിന് ജുസിയോ, അപ്പൊ തബായിന് ജുസി ഉണ്ടാവും. തബായിന് കുല്ലിയുള്ളവർക്കൊക്കെ തബായിന് ജുസി ഉണ്ടാവും, പക്ഷെ തബായിന് ജുസി ഉള്ളവർക്കൊക്കെ തബായിന് കുല്ലി ഉണ്ടായിക്കോളുന്നില്ല. സത്യം. നീ അമ്മ ഇതാ സദക്ക, നീ ആ രണ്ട് കുല്ലി നഖീറയും പറയാൻ പറ്റും, അതാ ഷൈഇൻ ഒരു ഷൈഇന്റെ മേല് പറയാൻ പറ്റും. അപ്പൊ കാന എല്ലാറ്റിന്റെ മേലും അല്ല, ഒരു ഷൈഇന്റെ മേല്. അപ്പൊ തബായിന് ജുസി ഉണ്ടാവും അവിടെ. കാന തബായിനുവ, അപ്പൊ എന്തുണ്ടാവും അവിടെ? തബായിന് ജുസി. തബായിന് ജുസി എന്നാല് ഒരു ദൂരത്തിൽ പറയാൻ പറ്റും, ഒരു ദൂരത്തിൽ പറയാൻ പറ്റൂല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ രൂപം പറഞ്ഞതാണെന്ന് മാത്രം. കാരണം എന്താ? ഈ അന്ന കുല്ലിയ വാഹിദിൻ മിനൽ മുതബായിനൈനി, പരസ്പരം എതിരായ രണ്ടെണ്ണത്തിൽപ്പെട്ട എല്ലാ ഓരോന്നും, ഇപ്പൊ മൗജൂദും അദമും, വുജൂദും അദമും, വുജൂദ് അദമും. ഈ വുജൂദ് അദമ് എന്നുള്ള മുതബായിനൈനിയാണ്. അപ്പൊ ആ വുജൂദും അതുപോലെ തന്നെ അദമും, ഈ ഓരോന്നും യസ്തുഖു, ഈ ഓരോന്നും പറയാൻ പറ്റും. മാ നഖീറല്ലാഹുരി, മറ്റേന്റെ നഖീറയോട് കൂടെ പറയാം. ഉദാഹരണം പറയാം, ലാ വുജൂദ്, ഇവിടെ വുജൂദും ലാദമും അല്ലേ, വുജൂദും ലാദമും, മനസ്സിലായില്ലേ? അപ്പൊ വുജൂദും ലാദമും, വുജൂദും അദമും. അപ്പൊ ഉദാഹരണം പറയാം, ഒരു വുജൂദ് ലാദമ്, മനസ്സിലായില്ലേ? ഈ അന്ന കുല്ല വാഹിദിൻ മിനൽ മുതബായിനൈനി യസ്ദുഖു മാ നഖീറിൽ ആഖരി. അപ്പൊ വുജൂദ് ലാദമ് അത് പറയാൻ പറ്റുമല്ലോ, പറ്റും. വുജൂദിനെ ലാദമിനോട് കൂടി പറയാൻ പറ്റൂല, കാരണം ലാദമ് തന്നെ വുജൂദല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? വുജൂദ് എന്ന് പറഞ്ഞാൽ ലാദമല്ലേ, പറയാൻ പറ്റും. അപ്പൊ അവ രണ്ടിന്റെയും നഖീറയിൽപ്പെട്ട ഓരോന്നും പറയാൻ പറ്റും. ബിദൂനി നഖീറിൽ ആഖരി, മറ്റേ നഖീറയെ കൂടാതെ. അപ്പൊ ലാ വുജൂദ് പറയാൻ പറ്റും, പക്ഷെ ലാദമ് പറയാൻ പറ്റില്ല. ലാദമ് പറയാൻ പറ്റും, പക്ഷെ ലാ വുജൂദ് പറയാൻ പറ്റില്ല.
അപ്പൊ തബായിന് ജുസിയു, അപ്പോൾ അവിടെ തബായിന് ജുസി ലാസിമാണ് ജസ്മൻ നിലക്ക് തബായിന് ജുസി ഉണ്ടായ. കണ്ണ് മനസ്സിലായിക്കണ? നല്ല രസമുള്ള പാടാണ്. വക്കത്ത് ദുഃഖിറ, തീർച്ചയായും പറയപ്പെട്ടു. ഇനി തക്കരിയും വായിച്ച മുസന്നി പറഞ്ഞും പറയാം. പിൻ മത്തിനി ആകുന ഇവിടെ ഒരു വിഷയത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ തിരക്കമായ ആവശ്യമുള്ളതിന് ഒഴിവാക്കില്ല. എന്ത് പരിപാടിയാ? ആവശ്യമുള്ളതൊക്കെ പറഞ്ഞിക്കണ്, അല്ല ആവശ്യമില്ലാത്തത് പറഞ്ഞിക്കണ്, ആവശ്യമുള്ളത് ഒഴിവാക്കി ചെയ്തിരിക്കണം. അതൊരു ചിന്തനീയമായ കാര്യമാണ്. അതേതാ? അമ്മല്ല ഒരു. അപ്പൊ ഒന്നാമത്തേത് ആവശ്യമില്ലാത്തത്. പരിയന്ന കൈത ഫക്കത്ത് എന്നുള്ള കൈത് ബാദ കൗരിഹി റൂറത്ത സിദ്ഖി അഹദിൽ മുത്തബായിനൈനി മാ നഖീദിൽ ആഖരി എന്ന് പറഞ്ഞതിന്റെ ശേഷം ഫക്കത്ത് എന്നുള്ള ലഫ്ലുണ്ട്, ആവശ്യമില്ലല്ലോ അവിടെ. അത് കായികയാണ്. കാരണം ഇപ്പൊ കത്തുന്നൊരു കത്ത് കൊണ്ട് തേക്കിക്കാക്കേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ. അത് ആ കാര്യം ഉറപ്പാണല്ലോ. അത് നെറൂറത്തിനൊക്കെ അവിടെ പിന്നെ അംഗീകരിച്ച കാര്യമല്ലേ. നെറൂറത്തെ സിദ്ഖി എന്നത് കൊണ്ട് ഉറപ്പിച്ചതല്ലേ. പിന്നെ അവിടെ ഫക്കത്ത് എന്നുള്ള ലഫ്ല് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കായികയാണ്. ഞാൻ ഫായില തേത്തു, അതിന്റെ തേത്തിന് പ്രത്യേക ഫായിദൊന്നുമില്ല. ഫായിലിന് ഫായിദ എന്നുള്ള മാന തെറ്റാൻ പറ്റും. ഇനി അമ്മത്താനി അമ്മത്താനി എന്ന രണ്ടാമത്തേത് ആവശ്യമുള്ളതൊക്കെ മുമ്പ് ഒഴിവാക്കിക്കുന്നു. പഠിച്ചോൻ അതിപ്പം പരിപാടിയാ. പരിയന്നഹു തീർച്ചയായിട്ടും കാര്യം വജബ നിർബന്ധമായി അയ്യക്കൂല മുസനിവ് പറയല് ലറൂറത്തെ സ്ഥിതിക്ക് കുല്ലി വായിരി മിനൽ മുതബായിനൈനി മാ നഖീദിൽ ആഖരി. മനസ്സിലായില്ലേ? രണ്ട് മുത്തബായിനീന് പെട്ട ഓരോന്നും സാധിക്കാവും ഏതോടുകൂടെ? മറ്റേതിന്റെ നഖീവയോടുകൂടി. ഇപ്പൊ നമ്മൾ പറഞ്ഞ തന്നെ. അതായത് പിന്നെ ഉദാഹരണം പറയാം, ഉജൂദ് എന്നുള്ളത് പറയാൻ പറ്റും ലാ ഉജൂദിനോടുകൂടെ, ലാദമ് പറയാൻ പറ്റും ഉജൂദിനോടുകൂടെ. അല്ല ആദമ് പറയാൻ പറ്റും ലാ ഉജൂദിനോടുകൂടെ എന്ന് പറഞ്ഞില്ലേ? വജബ അയ്യക്കൂല നെറൂറത്ത് സ്ഥിതിക്ക് കുല്ലി വായിദിമിനെ മുത്തബായിനെ. കാരണം എന്താ അങ്ങനെ പറയുന്നത് നിർബന്ധം. പക്ഷെ മുസന്നിഫ് പറഞ്ഞിട്ടില്ല അവിടെ മുസന്നില്. കാരണം അന്ന തബായിന ജുസിയ, തീർച്ചയായിട്ടും തബായിന് ജുസി എന്നുള്ളത് ബൈന നഖീദൈനി, രണ്ട് നഖീദിന്റെ ഇടയിലെ തബായിന് ജുസിയെ സിദ്ഖ് കുല്ലി വായിദിൻ മിന്നുമ, രണ്ട് നഖീദയിൽപ്പെട്ട ഓരോന്നും പറയാൻ പറ്റലാണ്. ബിദൂനിൽ ആഖരി, മറ്റേതിനെ കൂടാതെ എന്ത് ചെയ്യാ പറയാൻ പറ്റും. മറ്റേതിനെ കൂടാതെ പറയാൻ പറ്റാന്ന്. ഇതിനെന്തല്ല ലാ സിദ്ഖു വായിദിൻ മിന്നാ ബിദൂനിൽ ആഖരി. ലാ സിദ്ഖു വാഹിദിൻ മിൻഹുമാ, ആ രണ്ട് നഖീവയിൽ നിന്നുള്ളതായ വാഹിദ് മറ്റേതിനെ കൂടാതെ പറയാൻ പറ്റുക എന്നുള്ളതല്ല. കാരണം വാഹിദ് പറഞ്ഞാലും അത് ഒന്ന് മനസ്സിലായില്ലേ? സിദ്ഖു കുല്ലി വാഹിദിൻ മിൻഹുമാ ബിദൂനിൽ ആഖരി. തബായിന് ജുസി എന്ന് പറഞ്ഞാല് രണ്ട് നഖീവന്റെ ഇടയിൽ നിന്നുള്ള ഓരോ നഖീവയും പറയാൻ പറ്റുക. ബിദൂനിൽ ആഖരി, മറ്റേ നഖീവയെ കൂടാതെ പറയാൻ പറ്റാന്ന. മറ്റേ നഖീവയെ കൂടാതെ പറയാൻ പറ്റ. പിന്നെന്തല്ല ലാ സിദ്ഖു വാഹിദിൻ മിന്ന, ഏതെങ്കിലും ഒന്ന് സാധിക്കാവുക, ബിദൂനിൽ ആഖരി, മറ്റേതിനെ കൂടാതെ സാധിക്കുക എന്നുള്ള മാനാക്ക്. മറ്റേതിനെ കൂടാതെ എന്താകുക സാധിക്കുക, അങ്ങനെയല്ലാന്ന്. വ്യത്യാസപ്പെടാ. ഒന്ന് ആദ്യം പറഞ്ഞത് കുല്ലു വാഹിദുണ്ട്, രണ്ടാമത് പറഞ്ഞത് വാഹിദാണ്. അത് രണ്ടു തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. കുല്ലു വാഹിദ് എന്ന് പറയുമ്പോ ആമായി എല്ലായിടത്തും ബാധകമായി. വാഹിദാവുമ്പോ ആമാവൂലല്ലോ.
തൈനയില ബിദൂനില്ലാഹരി എന്നവ ലൈസ യൽസമു ലാസിമാകൂല മിൻ സിദ്ഖി അഹദി ഷൈഇനി രണ്ടെണ്ണത്തിൽപ്പെട്ട അഹദ് സാദിക്കാകുന്നത് കൊണ്ട് മാ നഖീലുല്ലാഹരി മറ്റേതിന്റെ നഖീലയോട് രണ്ട് ചെയ്യും ആ രണ്ട് ചെയ്യപ്പെട്ട ഒന്ന് പറയാൻ പറ്റും മറ്റേ നഖീലയോട് കൂടി അങ്ങനെയാകുമ്പോ സിദ്ഖു കുല്ലി വാഹിദിൻ മിനൻ നഖീലൈനി സിദ്ഖു കുല്ലി വാഹിദിൻ മിന രണ്ട് നഖീലയിൽപ്പെട്ട ഓരോ നഖീലയും പറയാൻ പറ്റും എന്നുള്ളത് ലാസിമാകൂല. അപ്പൊ ആ കുല്ല് പോയിട്ടുണ്ട് അവിടെ വിഷയം. പൊത്തറക്ക ലഫ്ള കുല്ലിൻ കണ്ടില്ലേ, കുല്ല് എന്നുള്ള ലഫ്ള് മത്തിനില്ല, അത് ഒഴിവാക്കിയത് ലാബുദ്ധമിന്നു, അത് ആവശ്യ കുല്ല് വായിലിന്റെ അവിടെ കുല്ല് വായിസാണ്, ആ കുല്ല് അവിടെ ആവശ്യമാണ്, അതാണ്. എന്നാ അന്ത താഴമു നിനക്കറിയാം അന്ന ദഅവ ഇവിടുത്തെ ദഅവ യസ്ബുത്തു അത് സ്ഥിരപ്പെടുന്നതാണ് ബിമുജറദിൽ മുഖദ്ദിമത്തി ഖായിലി വ്യക്തമാക്കുന്ന മുഖദ്ദിമ കൊണ്ട് തന്നെ. എന്ത് വ്യക്തമാക്കാം? ബിഅന്ന കുല്ല വാഹിദിൻ മിനൽ മുതബായിനൈനി രണ്ട് മുതബായിനയിൽപ്പെട്ട എല്ലാ ഓരോന്നും യസ്തുക്കു അത് സാധിക്കാവും മാ നഖീലില്ലാഹരി മറ്റേതിന്റെ നഖീലയോടുകൂടി. അങ്ങനെ പറഞ്ഞാൽ മതി, നമ്മളെ വിഷയം സുബൂത്തായി മനസ്സിലായില്ലേ? കാരണം എന്താ അന്നോ തീർച്ചയായിട്ടും കാര്യം യസ്തുക്കു കുല്ലു വാഹിദിൻ മിനൽ നഖീലൈനി രണ്ട് നഖീലയിൽപ്പെട്ട ഓരോന്നും പറയാൻ പറ്റും ബിദൂനില്ലാഹരിയ മറ്റേതിനെ കൂടാതെ. എങ്ങനെ പറഞ്ഞ കുല്ലു വാഹിദിൻ മിനൽ മുതബായിനൈനി യസ്തുക്കു മാ നഖീലില്ലാഹരി എന്ന് പറയുമ്പോൾ എങ്കിൽ ഓവൻ മുബായിനത്തു ജുസിയ്യത്തു അത് തന്നെയാണ് മുബായിന ജുസി. അപ്പൊ അതുകൊണ്ട് ബാക്കിൽ മുഖദ്ദിമാത്തി മുസ്തദിറ ഇതൊന്നും ആവശ്യമില്ലാതെ കുറെ മുഖദ്ദിമകൾ നീട്ടി വലിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുസ്തദിറക്ക ആവശ്യമില്ലാത്തതാണ്.